ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകൾ മനുഷ്യനോടുള്ള ബന്ധത്തിലും ഭൂമിയോടുള്ള ബന്ധത്തിലും ശ്രേഷ്ഠവും മാന്യവുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 25-ാം വാക്യം, അങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ നല്ലത് എന്ന് ദൈവം കണ്ടതിനെ തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, മൂല്യച്യുതി വരുത്തുവാൻ പിശാച് ശ്രമിച്ചു. അങ്ങനെ മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തിയത് മൂലം ലോകം മുഴുവൻ, മനുഷ്യനും മനുഷ്യനോട് ചേർന്ന പ്രപഞ്ചം മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിന് കീഴിലായി. മുള്ളും പറക്കാലിയും കിളിർക്കുവാൻ തുടങ്ങി. മനുഷ്യൻ്റെ പ്രയത്നഫലങ്ങൾ പലതും നഷ്ടമായി തീർന്നു. അതെ, ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം അധ്യായവും 28-ാം വാക്യവും വായിക്കുമ്പോൾ, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം പ്രത്യേക ഉദ്ദേശത്തോടെ ഭൂമിയെ നിയന്ത്രിക്കുവാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ, ആ സൃഷ്ടിപ്പിൻ്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് പിശാചായവൻ അവിടെ ജയാളിയായിരിക്കുവാനിടയായി തീർന്നു. എന്നാൽ അത് നിമിത്തം മനുഷ്യന് നഷ്ടമായത് ഏദൻ തോട്ടം നഷ്ടമായി. അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകുവാൻ കാരണമായി തീർന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന സകല സൃഷ്ടിക്കും ദൈവം ഒരു ഭാഗ്യാവസ്ഥ കൊടുത്തു. അതാണ് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് അറിയുവീൻ. അതെ, നാം സാദൃശ്യന്മാരാകും, ക്രിസ്തുവിനോട് തുല്യരായി തീരത്തക്കവണ്ണം ദൈവ തേജസ്സുള്ളവരായി ദൈവം നമുക്ക് രൂപാന്തരം വരുത്തി നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായി, ധൈര്യമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.